ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന മലയാണ്. ആ കാണുന്ന മല, ആ കാണുന്ന മലയുടെ മേലിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടുത്തെ 3 മണി കഴിഞ്ഞു. ഞാൻ ചെറിയൊരു വ്ളോഗും പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പോയ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല. ഒക്കെ മൊത്തം വേലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നറിയില്ല അവിടെ പോയിട്ട്. അപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പോയിട്ട് എത്ര ടൈം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുമെന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയത്. അപ്പോൾ ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ഈ മലൻ്റെ ഏകദേശം താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. അത് അങ്ങോട്ടാണ് എൻ്റെ റൂം വരുന്നത്. അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നിട്ട് വന്നിട്ടുണ്ട്. മൊത്തം ഇത് മരുഭൂമിയാണ്. ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറയൊന്നുമല്ല. ഇതിലോട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു വെള്ളം ഒഴുകിപ്പോയ കലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഈ മലൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ അവസ്ഥ അറിയില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ താഴെയുള്ളത്. എന്തായാലും ഇതിൻ്റെ മേലെ കയറണമെങ്കിൽ റിസ്ക് ഉണ്ടാവും. കാരണം വെച്ചാൽ അങ്ങനെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവിടെ അടുത്തെത്തുമ്പോൾ ഇത് വലുത് തന്നെയായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലെത്തിയിട്ടാകുമ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ മലൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഈ മലൻ്റെ മുകളിലെത്തിയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നല്ല വലിയ വലിയ സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്, കല്ല്, എന്താ പറയുക. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ മുകളിലെത്തിയിട്ട് ഒരു നല്ല അടിപൊളി വ്യൂ ആണ് എനിക്ക് കിട്ടിയത്. കാരണം വെച്ചാൽ നമ്മൾ സിനിമയിലും അതുപോലെ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടിപൊളി മല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും വെറുതെ ആയില്ല വന്നത്. ഇതൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഇവിടെ വന്നിട്ട്. നമ്മളിപ്പം ഈ പാറ മുഴുവൻ ഇങ്ങോട്ട് നടന്ന് കയറിയതാണ്. ഇവിടെ സഞ്ചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ നടന്നിട്ട് പോയ കാൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാൽപ്പാടം എന്ന് പറഞ്ഞാൽ നടന്നിട്ട് പോകുമ്പോൾ നമ്മളൊരു വഴി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെന്തായാലും ആ ഒരു ഇത് ഭയങ്കരമായിട്ട് കിട്ടി കേട്ടോ. ഭയങ്കരമായിട്ടൊരു ഗുഡ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതൊരു കാണുമ്പോൾ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു മലയുണ്ട്. ഇതാണ്ട് ആ കാണുന്ന മല. അത് കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാണ്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ ഇവിടെ അടുത്ത് പോലെ ഉണ്ടെങ്കിലും താഴത്തോട്ട് നോക്കുമ്പോൾ നല്ല ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പം മേ ബി അത് ഇന്നല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കയറാം. ഞാനിപ്പം ഈ മലൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എന്നിട്ട് എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലൻ്റെ മുകളിലാണുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാഴ്ചകൾ കാണിച്ചു തരാനൊന്നും പറ്റൂല. ഞാൻ കാണിച്ചു തരാം. നല്ല സൂര്യനും ഉണ്ട്. കണ്ണൊക്കെ നല്ല കാറ്റുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്നാണ് കുറച്ച് സമാധാനം കിട്ടിയത്. ഇതിൻ്റെ മുകളിലേക്ക് നടന്നിട്ടാണെങ്കിലും കയറി വരാൻ ഒരു വൈബുണ്ടായിരുന്നു. ഇനിയിപ്പം അത് കണ്ടോ, അത് സാധാ മരുഭൂമിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കല്ലുമലയിലാണ്. ഈ കല്ലുമലയിൽ നിന്ന് ഞാൻ നിൽക്കുന്നുണ്ടോ, ഇതങ്ങ് താഴോട്ടേക്ക് ഇവിടുന്ന് കാല് കയറ്റിയാൽ താഴെ പോകും. ആ മരുഭൂമി വേണ്ട, അത് മണലാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി ഇങ്ങനെ നടന്ന് അതുവഴി ഇറങ്ങണം. അതാണ് ആ മൂല കണ്ട, അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ടാകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കയറി വന്ന മലൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ആ മലൻ്റെ താഴ്വാരത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലേക്ക് കൂടെ നടക്കാന്ന് പറയുന്നത് അത്ര ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ.
നല്ല കഷ്ടപ്പാടാ. നമ്മളിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മലേൻ്റെ താഴോട്ടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഒറിജിനൽ ഡെസേർട്ട് മല. അപ്പോൾ ആ മലയിലേക്കാണ് നടന്നിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് ആ ഒരു എൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പുറത്തെ മലൻ്റെ ആ സൈഡിൽ മൂലയ്ക്ക് ഒരു എൻഡ് കണ്ടോ, ആ എൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഈ താഴ്വാരത്തോട്ട് ഇറങ്ങണം. ഇവിടെ ഒരു താഴ്വാരം കാണുന്നുണ്ട്. താഴത്തോട്ടേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയത് പോലെ ഒരു ഫീലാണ്. പക്ഷെ ഇവിടെ എവിടുന്ന് വെള്ളം വരുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഓ, നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ മലൻ്റെ, നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്ഥലമാണത്. മൊത്തം കല്ലും എന്താ പറയുക, കല്ലും മണ്ണൊക്കെ മിക്സ് ആയിട്ട്. പക്ഷെ എനിക്ക് അതല്ല അതിശയം. ഇത് നോക്കറോ, ഈ സൈഡ് ഉണ്ടോ, ഇതൊരു ഓവുചാലാണ്. ഇതിലൂടെ വെള്ളം ഒലിച്ചിട്ടുണ്ട്. പക്ഷേ എവിടുന്ന് വെള്ളം വന്നെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. വെള്ളം വരാൻ അതിൻ്റെ അപ്പുറത്തും ഡെസേർട്ട് തന്നെയാണ്, മരുഭൂമിയാണ്, ഏക്കർ കണക്കിന്. ഇവിടെ അടുത്തൊന്നും കടലില്ല. കടൽ അങ്ങ് എന്താ പറയുക, പണ്ട് മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർന്ന് ഫിറോവിനെ വെള്ളത്തിൽ മുക്കിയിട്ട് മൂസാ നബി കാലെടുത്ത് വെച്ച സ്ഥലമാണ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങൾ. കാരണം വെച്ചാൽ തബൂക്ക് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് ഷർമ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം. ഇവിടെ അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് തബൂക്കാണ്. അത് മിനിമം പിന്നെ ഇവിടുന്ന് ഏകദേശം 2-3 മണിക്കൂറുണ്ട്. പിന്നെ ദുബ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അടുത്ത്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും അറിയില്ല, കാരണം വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കടൽ മാത്രമേ ഈ അടുത്ത് പ്രദേശത്ത് എൻ്റെ അറിവിലുള്ളൂ. അപ്പോൾ ആ കടൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അപ്പുറമുണ്ട്. പക്ഷേ ഈ മലൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം എങ്ങോട്ട് പോകുന്നോ, ഇതിൻ്റെ മലൻ്റെ മുകളിൽ എങ്ങനെ വെള്ളം വരുന്നു, അതും നല്ല ശക്തമായി ഒഴുകുന്ന വെള്ളമാണ്. കാരണം വെച്ചാൽ സാധാരണ ഒരു മഴയിൽ ഉണ്ടാകുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയ കല്ലും മണലൊക്കെ വലിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ ഒരു വെള്ളം തന്നെ വരണം. എനിക്ക് എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും ആ വെള്ളം വന്ന വഴികൾ. അപ്പോൾ അത്രയും ശക്തമായിട്ട് വെള്ളം ഒഴുകാനുള്ള ഒരു റീസൺ ഇതിൻ്റെ മുകളിൽ ഞാൻ കാണുന്നില്ല. അത് പടച്ചവൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടാണ് ഞാനും കാണുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ ഈ മല മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം താഴിലെത്തി. നമ്മളിപ്പോൾ മറ്റേ മല കയറാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നടുക്കൂട്ടമാണെങ്കിൽ നടന്നിട്ട് എൻ്റെ റൂമിലേക്ക് പോവാം. പക്ഷേ ഇത്ര നേരത്തെ റൂമിൽ പോകാൻ എനിക്കും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മലൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്കും കൂടെ പോകുന്നതായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മലയുടെ താഴെയാണ്. ഒരിക്കൽ ഞാൻ ഓടിക്കയറി വന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഫോൺ സ്ലോ മോഷൻ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ സ്ലോ മോഷൻ മോഡ് മാറ്റിയിട്ട് ഞാൻ സാധാരണ ഈ മല ഓടിക്കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ മല ഓടിക്കയറിയിട്ട് വരാം. ഓക്കെ, എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വെച്ചാൽ നേരത്തെ ക്ഷീണത്തിന് മാറിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല. എന്തായാലും താഴേക്ക് ഇറങ്ങി വരണോ? ഓടാൻ ഞാനില്ല. നേരത്തെ ഓടിയിട്ട് പണി കിട്ടണ്ട.
ഏതായാലും Oh my god. നമ്മള് നേരത്തെ പറഞ്ഞല്ല മറ്റേ മല കയറുന്നതിന് വേണ്ടിയാ കഷ്ടപ്പാടാ ഈ മല കയറാൻ. എൻ്റെ ഷൂസിൻ്റെ ഉള്ളിലൊക്കെ കുഴി നിറഞ്ഞു. കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ മേലെ കയറിയതിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ വർക്കൗട്ടുമായി. ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്നത്തെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം വെയിലും പോയി, സൂര്യനും പോയി, ആ ഒരു ക്ലൈമറ്റിലേക്ക് മാറി. ഇനി ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇവിടെ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മല ഇറങ്ങി റൂമിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഏരിയയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മലയാണ് ആ മല, ആ കാണുന്ന മല. അപ്പോൾ ആ മലയിൽ ഒരു നൈറ്റ് ടെൻ്റ് അടിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ച തബൂക്കിൽ പോയി മേടിച്ചിട്ട് ഇനി വരുന്ന വെള്ളിയാഴ്ചൻ്റെ അപ്പുറത്തെ വെള്ളിയാഴ്ചൻ്റെ വ്യാഴാഴ്ച എന്ന് വെച്ചാൽ ഇനി വരുന്ന വ്യാഴാഴ്ചൻ്റെ അപ്പുറത്തെ വ്യാഴാഴ്ച രാത്രി അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടുന്ന് പോകുന്നതായിരിക്കും. ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ വരുന്നത് ഏകദേശം 5 മണി 6:30 ആവും. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അന്ന് രാത്രിത്തേക്കുള്ള ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ആ മലയിലേക്കാണ് ട്രക്കിങ് ചെയ്യുന്നത്. അന്ന് രാത്രി ട്രക്കിങ്ങും അവിടെ സ്റ്റേ ആയും. പിറ്റേന്ന് രാവിലെ മോർണിംഗ് കഴിഞ്ഞ് നമുക്കൊരു നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് റൂമിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും എൻ്റെ അടുത്ത വീഡിയോയിൽ എന്താ പറയുക, അടുത്ത വീഡിയോ ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എനിക്ക് തിരക്ക് കാരണം എന്താ പറയുക, ജോലിയും കാര്യങ്ങളും അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനിയും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നത്തെ വൈബ് അടിപൊളിയായില്ലേ? ഇന്ന് വിചാരിച്ചതിലും അങ്ങോട്ട് കൂടുതൽ ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങ് ആ കാണുന്ന അങ്ങൊരു ഇത് കണ്ടോ അവിടെ ലാസ്റ്റ് ഒരു വര പോലെ ഇങ്ങനെ ഒരു പട്ടിക്കാട്, ആ പട്ടിക്കാടാട്ടോ എൻ്റെ റൂം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഇവിടെ തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ജാക്കറ്റ് ഇടണം, എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ ജാക്കറ്റ് അവിടെ ഉള്ളത്. ആ ജാക്കറ്റ് ഇട്ടതിന് ശേഷം അവിടെ ചെറിയൊരു ഫയറിങ് പരിപാടിയും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് അത് എന്തായാലും നിങ്ങൾക്ക് ഈ കണ്ടതിന് ശേഷം ആയിരിക്കും ഇപ്പോൾ എൻ്റെ ഇത് കേൾക്കുന്നുണ്ടാവുക. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് പൊളിച്ചങ്ങ് പിരിയാം. ചിലപ്പം വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷമായിരിക്കും അത് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെയാണ് എൻ്റെ ഫയറിൻ്റെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടക്കുമെന്ന് അറിയില്ല, കത്തിച്ച് നോക്കാം. ഒരു ലൈറ്റർ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കുറേ കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ നനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കത്തിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫയറിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിതോടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക, ബെല്ലൈക്കൻ തച്ചങ്ങ് പൊട്ടിച്ചേക്കുക, ഒന്നും നോക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.